അയൽക്കാരായ 3 വീട്ടമ്മമാർ പതിവ് പോലെ കൂട്ടുകാരിയായ ആനിയുടെ വാടക വീടിന്റെ ചെറിയ വരാന്തയിൽ ഒത്തുകൂടി തങ്ങളുടെ സങ്കടങ്ങളും കഷ്ടപ്പാടുകളും പരസ്പരം പങ്കുവെക്കുകയായിരുന്നു. നേരം വെളുക്കുമ്പോൾ ഉണർന്ന് രാവേറെ ചെല്ലും വരെ കഠിനാധ്വാനം നടത്തുന്ന തങ്ങൾക്ക് ഭർത്താക്കന്മാരിൽ നിന്ന് വേണ്ടത്ര പരിഗണനയോ അംഗീകാരമോ കിട്ടുന്നില്ലെന്ന് അവർ പരിതപിച്ചു. ഒന്ന് ഓർത്തു നോക്കൂ കൂട്ടരെ. കൂട്ടത്തിൽ മുതിർന്നവൾ അല്പസ്വല്പം ലോകവിവരമുണ്ടെന്ന് സ്വയം അഭിമാനിക്കുന്നവളുമായ വസുമതി തന്റെ കൈവിരൽ ഓരോന്നായി മടക്കിക്കൊണ്ട് മറ്റുള്ളവരെ നോക്കി. ഇന്നത്തെ കാലത്ത് ഈ വീട്ടുജോലിക്കാരിയെ വെക്കാത്ത ഏത് വീടാ ഉള്ളത്? ജോലിക്കാരിക്ക് ഒരു മാസം ഏറ്റവും കുറഞ്ഞ 10,000 ശമ്പളം കൊടുക്കണം. അതിന് പുറമേ നല്ല ഭക്ഷണം, എണ്ണ, ഷാമ്പു, സോപ്പ്, കുഴമ്പ് ഇത്യാദികൾക്ക് ദിവസം 150 വെച്ച് ഒരു മാസം ചെലവ് 4,500 വേറെ കൂട്ടിക്കോ. പിന്നെ ഓണം, വിഷു, പാലുകാച്ച്, മാമോദീസ, കല്യാണം, അടിയന്തരം തുടങ്ങിയവർക്ക് മാസം ഒരു 500 കൂടി കൂട്ടിയ ടോട്ടൽ മാസ ശമ്പളം 10,000 രൂപ. ശരിയല്ലേ? മറ്റു രണ്ടുപേരും തലവിലേക്ക് സമ്മതിച്ചു. വിലപിടിപ്പുള്ള സാധനങ്ങൾ കള്ളന്മാരി കൊണ്ടുപോകാൻ നോക്കുന്നത് ആരാ? മറ്റു രണ്ടുപേരും മനസ്സിലാവാൻ നോക്കുമ്പോൾ വസുമതി നെഞ്ചിൽ വലതുകരം കൊണ്ട് ആഞ്ഞടിച്ചു. ഈ നമ്മള് ഹൗസ് വൈഫുമാര് ഒരു സെക്യൂരിറ്റിയെ വെച്ചാൽ കുറഞ്ഞത് 5,000 മാസം എണ്ണി കൊടുക്കണ്ടേ? പിള്ളേരെ സ്കൂളിൽ വിടുക, ഹോംവർക്ക് ചെയ്യിക്കുക, സ്കൂളിലെ പേരന്റ് മീറ്റിൽ പോയി സാറന്മാരുടെ തെറി കേൾക്കുക എന്നിവയ്ക്ക് ഒരു 5,000 കൂട്ടിക്കോ. ഇനിയുള്ളത് നിങ്ങളും പറ. വസുമതി തങ്ങളുടെ സംഭാഷണം ശ്രദ്ധയോടെ കേട്ടുണ്ടെന്ന കില്ലപ്പട്ടിയെ കല്ലെടുത്തെറിഞ്ഞുകൊണ്ട് വീണ്ടും തിണ്ണയിലിരുന്നു. അല്ലേ ചേച്ചി, റേഷൻ കടയിലും മാവേലി സ്റ്റോറിലും മീൻ ചന്തയിലും പോകണമെന്നൊന്നും കണക്കില്ലേ? മീനാക്ഷി തലചരിച്ച് വസുമതിയെ നോക്കി. ഇല്ലെന്ന് ആര് പറഞ്ഞു? ആ വഹയിൽ നീ ഒരു 2,000 എഴുത്. വസുമതിക്ക് അല്പവും സംശയമില്ലായിരുന്നു. ഇവറ്റകൾക്ക് സൂക്കേട് വന്ന് കാലു നീട്ടി മച്ചു നോക്കി മറന്നു കിടന്നാൽ നോക്കുന്നത് ആരാ? ഈ നമ്മള്, അതായത് ഹൗസ് വൈഫുമാര്. ഒരു ഹോം നേഴ്സിനെ വെക്കാന്നൊക്കെ പറഞ്ഞാൽ എന്താ ചെലവ്? അതിന്റെ വകയിൽ ഒരു 3,000 കൂട്ടിക്കോ. എനിക്ക് മറ്റൊരു കാര്യം ചേച്ചിമാരെ പറയാനുള്ളത്. ഓർക്കുമ്പോൾ വല്ലാത്ത നാണം വരിക. എന്നാലും ഞാൻ പറയട്ടെ. കൂട്ടത്തിൽ പ്രായക്കുറവുള്ള സുന്ദരിയായ ആനി തറയിൽ കാൽവിരൽ വെച്ച് സാമാന്യം വലിയൊരു കുഴിയുണ്ടാക്കിയിട്ട് കൊഞ്ചിക്കുഴഞ്ഞ് ചേച്ചിമാരെ നോക്കി. നീ നാണിക്കാതെ പറയടി, വാ തുറന്നു പറ. മറ്റു രണ്ടുപേരും ആനിയെ പ്രോത്സാഹിപ്പിച്ചു. നാണം കൊണ്ട് എനിക്ക് വയ്യേ, ഓർക്കുമ്പോൾ രോമാഞ്ച കഞ്ചുക കുഞ്ചുകം വരുന്നു. ആനി വീണ്ടും കുഴിയെത്തി. നീ പറയാനി, ഞങ്ങൾ കൂടി ഒന്ന് അറിയട്ടെ നിന്റെ രോമാഞ്ച കുഞ്ചുകം. ഭർത്താക്കന്മാരെ രാത്രി മുഴുവനും പിന്നെ സമയത്തും അസമയത്തും സന്തോഷിപ്പിക്കുന്ന ആരാ? അത് നിങ്ങൾ മറന്നോ ചേച്ചിമാരെ? വസുമതിയും മീനാക്ഷിയും വാപ്പൊളിച്ച് അമ്പടി ഭയങ്കരി എന്ന മട്ടിൽ ആനിയെ നോക്കി. പെട്ടെന്ന് വസുമതി കൈവിരൽ മടക്കി കണക്ക് കൂട്ടി. ശരിയാ, വിനോദ നികുതി ഇനത്തില് 6,000 വകയിരുത്ത്. വസുമതി വീണ്ടും കൈവിരൽ മടക്കി, പിന്നെ നിവർത്തി പിന്നെയും മടക്കി. എങ്ങനെ നോക്കിയാലും ഒരു മാസം നമ്മൾ 40,000 രൂപയ്ക്ക് മേലെ പണി ചെയ്യുന്നുണ്ട്. അത് അംഗീകരിച്ചു തരാൻ കൂതറകളായ നമ്മുടെ ഭർത്താക്കന്മാർ തയ്യാറാണോ? ആണോ നിങ്ങൾ പറ, യെസ് ഓർ നോ? മറ്റു രണ്ടുപേരും നോ എന്ന് ശക്തിയായി തലകുലുക്കി. ചേച്ചി, തണ്ണിമത്തം പോലുള്ള ഈ വയറ് കണ്ടോ? ഇതിന് മുഴുപ്പ് കണ്ടോ? മീനാക്ഷി നൈറ്റിയുടെ മേളിലൂടെ തന്റെ വയറ് തടവി. ഇതൊന്ന് കുറയ്ക്കാൻ 10 ദിവസം ഉണ്ടാക്കുന്ന ഇൻഷേപ്പിലൊരെണ്ണം മേടിച്ചു തരാൻ എത്ര നാളായി ഞാൻ പറയുന്നു. എപ്പോഴും കാശില്ലെന്നുള്ളൊരു പല്ലവി മാത്രം. അതുപോട്ടെ, 100 മില്ലി ലവണതയിലും മേടിച്ചു തരാത്ത ദുഷ്ടന് എല്ലാ ദിവസവും പൈൻ്റടിക്കാൻ കാശുണ്ട്. പൊന്നു ചേച്ചിമാരെ, എൻ്റെ കാര്യം പറയാതിരിക്കുക ഭേദം. ആനി കരഞ്ഞു. കാര്യം ഫേസ്ബുക്ക് കണ്ട് ഒളിച്ചോടി പോന്നാണെങ്കിലും അരപ്പവൻ്റെ മാലയും 2 സാരിയും 3 ചുരിദാറുമായിട്ടാണ് ഞാൻ ഈ വാടക വീട്ടിലേക്ക് വന്നത്. ഒരു LED TV മേടിക്കാൻ എത്ര നാളായി കെഞ്ചുന്നു. പഴയ പെട്ടി TV സീരിയലാണ് എൻ്റെ കണ്ണ് കരിവാളിച്ചു. എന്നാൽ അച്ചായൻ്റെ കള്ളൂടി കുറഞ്ഞു, അതുമില്ല. നിങ്ങൾ വിഷമിക്കാതെ, ഇതിന് പരിഹാരം കാണാതെ നമ്മൾ പുറകോട്ടില്ല. വസുമതി എഴുന്നേറ്റ് ഉറക്കെ പ്രഖ്യാപിച്ചു. നമ്മൾ പണിയെടുക്കുന്നതിൻ്റെ പകുതി തുക, അതായത് കുറഞ്ഞ 20,000 രൂപയെങ്കിലും ഓരോ മാസം 1-ാം തീയതി വരച്ച വരയിൽ വെച്ച് അവരോട് മേടിക്കണം. അല്ലെങ്കിൽ മുറ്റം പോലും അടിക്കരുത്. എന്താ, പറ്റുമോ നിങ്ങൾക്ക്? ആനിയും മീനാക്ഷിയും പരസ്പരം നോക്കി. എന്താണെന്നോ പറയാത്ത വസുമതി അവരെ നോക്കി വെല്ലുവിളിച്ചു. അത് ചേച്ചി, മീനാക്ഷി പരിങ്ങി. അതിന് പെയിന്റിങ് പണിക്കുവാണ് എൻ്റെ കെട്ടിയവന ഒരു മാസം ആകെ കിട്ടുന്നത് 5,000-6,000. അതുകൊണ്ട് ഗ്യാസിനും പിള്ളേരുടെ സ്കൂൾ ഫീസിന് പോലും തികയില്ല. പിന്നെ എന്നാ ചെയ്യാനാ? ചേച്ചിക്ക് പറ്റുമായിരിക്കും. വസുമതി ചെറിയോട്ടി. അത് ഞാൻ ആഴ്ചയിൽ 2 ദിവസത്തെ പണിയുള്ളടി, കഷ്ടിച്ച് റേഷനറി മേടിക്കാം. നിന്റെ കാര്യം എങ്ങനെ അടി? അവരാനിയെ നോക്കി. കാര്യം സൂപ്പർ മാർക്കറ്റിലാണ് ജോലിയെങ്കിലും എൻ്റെ അച്ഛനെ കിട്ടുന്നുണ്ട്, ഒന്നിനും തികയില്ലേ ചേച്ചി. ആനി തലകുനിച്ചു. എന്നിട്ടാണോടി നീ വിനോദ നികുതി പിരിക്കാൻ നടക്കുന്നത്? വസുമതി പരിഹസിച്ചു. അതിന് ചേച്ചി മോശക്കാരിയല്ലല്ലോ. തന്നെ കളിയാക്കിയത് ആനിക്ക് ഇഷ്ടപ്പെട്ടില്ല. 40,000 കണക്ക് ചേച്ചിയല്ലേ ഉണ്ടാക്കിയത്? നിങ്ങൾ വഴക്കൂടാതെ. മീനാക്ഷി സമാധാനത്തിന്റെ അടയാളം എന്നോണം തോളിൽ കിടന്ന വെള്ളത്തോർത്ത് വീശിയിട്ട് എഴുന്നേറ്റു. ഞാൻ ഓർക്കുകയായിരുന്നേ, വല്ല തൊഴിലുറപ്പിനോ അല്ലെങ്കിൽ കുടുംബശ്രീയിലോ പോയി അച്ചാറോ മെഴുതിരോ ഉണ്ടാക്കിയിരുന്നെങ്കിൽ നമുക്കൊരു വരുമാന മാർഗമായിരുന്നു. കെട്ടിയോമാർക്കൊരു കൈ താങ്ങും. ഓ, അതൊക്കെ മെനക്കേടാണെടി. പണിയും ജോലിയില്ലാന്ന കുറച്ചവളുമാർ ടൈം പാസിന് പരദൂഷണം പറയാൻ പോണതാ. നമുക്ക് ഇങ്ങനെ പോകുന്ന ആ സുഖം. വസുമതി എഴുന്നേറ്റു. ഞാൻ പോട്ടെ, കഞ്ഞി വെന്ത് കാണും. അങ്കമാടിയിൽ നിന്ന് മോൻ വരാറായി, ഞാനും ഇറങ്ങുക. മീനാക്ഷി നടന്നു തുടങ്ങി.
എന്നാ നാളെ ഇതേ സമയം കാണാം. മീനാക്ഷിയുടെ ശബ്ദത്തിന് ഓ എന്ന് മറുപടി കൊടുത്തിട്ട് ആനി ഭിത്തിരിയിരുന്ന ഈശോയുടെ മുന്നിലെ കത്തുന്ന കുഞ്ഞു ബൾബിലേക്ക് സന്തോഷത്തോടെ നോക്കി. ഹാവു, കറണ്ട് വന്നു. ഇനി അച്ചായം വരുന്നവരെ ടി വിക്ക് വിശ്രമമില്ല.